ഓൾസിൻസ് കോക്ക് വലതുവശത്തെ കള്ളൻ. അറിയാലോ, ജീത്തു ജോസഫാണ്. ക്രൈം ത്രില്ലർ പ്രൊഡ്യൂസർ ഷാജി നടേശൻ. ഓഗസ്റ്റ് സിനിമ. നമ്മുടെ ഉർമിയിലെ ഒരു സിഗ്നേച്ചർ സ്കോർ ഉണ്ടല്ലോ, കോപ്പി കേറ്റ് ആണെങ്കിലും ദീപക് ദേവ് ചെയ്ത സിഗ്നേച്ചർ സ്കോർ, അത് ഓഗസ്റ്റ് സിനിമയുടെ കൂടെ കേൾക്കുന്ന സമയത്ത് പഴയ പൃഥ്വിരാജിനെ ഒരു കാലഘട്ടം ഓർമ്മ വരും. റൈറ്റർ ഡിനു തോമസ് ഈലൻ. ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ഒരു ടെംപ്ലേറ്റ് ഫ്ലാറ്റ് ത്രില്ലറാണ്. ഒരിക്കലും ഒരു പരിപ്പോട ത്രില്ലറല്ല, പക്ഷേ ഒരു വോ ഫാക്ടറില്ല, നത്തിങ് ന്യൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു കൊറിയൻ മാതൃകയൊക്കെയാണ് റൈറ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ദാറ്റ് കൈൻഡ് ഓഫ് റിവെഞ്ച്. ആളില്ലെങ്കിലും പിന്നെ ആൾ മരിച്ചു കഴിഞ്ഞാലും ആ റിവെഞ്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ത്രില്ലേഴ്സ് നമ്മൾ കൊറിയൻ മാതൃകയിൽ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് സ്കെച്ച് ചെയ്തിരിക്കുന്നത് നല്ല രീതിക്ക് ജോജു ഉണ്ടായി കഴിഞ്ഞാലും ഓഫ് കോഴ്സ് ബിജുമൻ ഉണ്ടായി കഴിഞ്ഞാലും. പക്ഷെ മൊത്തത്തിൽ ഒരു അതായത് പറയാം, ഒരു മിഡിൽ സാധനം. പരിപ്പുവടെയല്ല, ഒരു വൗ ഫാക്ടറും ഇല്ലാതെ ഇങ്ങനെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ്. അത് ജീത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം മാതൃകയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സതീഷ് കുറുപ്പാണ് DOP, വിനായക് VSN എഡിറ്റിംഗ്. ടെക്നിക്കലി നോട്ട് ടു ബാഡ്. ഈ സതീഷ് കുറുപ്പിൻ്റെ ഒരു ടോൺ അറിയാലോ, അതിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ബ്ലൂയിഷ് സാധനങ്ങളൊക്കെ. പക്ഷേ ഇതിൽ മറ്റേ ഭീകരമായിട്ട് VFX മാഗ്നിത്ത് സ്ഥിരമായിട്ട് ജീത്തു ജോസഫ് ചെയ്യുന്ന അങ്ങനെ ഭീകരമായിട്ടുള്ള VFXോ അല്ലെങ്കിൽ ജീത്തുവിൻ്റെ ഒരു സിഗ്നേച്ചർ സാധനമുള്ള ഈ റെയിൻ സീൻസ്, അതൊന്നുമില്ല ഇതിനകത്ത്. അതായത് ഒരു വളരെ കാഷ്വലായിട്ട് ജീത്തു ജോസഫ് ചെയ്തിട്ടുള്ളൊരു ത്രില്ലർ പരിപാടി. വിനായക് VSൻ്റെ എഡിറ്റിങ്ങും ആ രീതിക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വിഷ്ണു ശ്യാമാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്കോറിംഗ് ഇല്ല, ബട്ട് നോട്ട് ടു ബാഡ്. അതാണ് ഞാൻ പറഞ്ഞത്. പല ഇമോഷൻസ് ഇവോക്ക് ചെയ്യാനും ആ ഒരു ടെമ്പറമെൻ്റ് നിലനിർത്താനൊക്കെ മ്യൂസിക് ഒറിജിനൽ സ്കോർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഹൃദയം ഇത് എഴുതെന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ക്രിഞ്ച് സോങ്. അതായത് എല്ലാ സിനിമയിലും ഒരു ഫാമിലി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് അച്ഛൻ, അമ്മ, മകൾ, ആ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണല്ലോ സോങ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ ഒരു സോങ് വരുമ്പോഴേക്കിങ്ങനെ മൂഡ് പോവുക. അങ്ങനത്തെ സിനിമകളിലൊക്കെ ഈ ത്രില്ലേഴ്സിലേക്ക് സോങ് വന്നു. പക്ഷേ ഇതേ ജീത്തു ജോസഫ് തന്നെ മെമ്മറീസിലേക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. ബട്ട് ഇതിലേക്ക് വന്നപ്പോഴിങ്ങനെയായിപ്പോയി. സിനിമയിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ബിജുമൻ ആണ്. ആൻ്റണി എന്താ ചെയ്ത കഥാപാത്രം ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ, കാലടിയുള്ളൊരു പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടെയാണ് പിന്നെ മെയിൻ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ആ പോലീസ് സ്റ്റേഷനായിട്ട് ചുറ്റിപ്പറ്റി അത് ആ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേസുകൾ. അപ്പോൾ അവിടെ നമ്മൾ ഇർഷാദ് ഉണ്ട്. ഇർഷാദ് നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിയോണ ലിഷോയ്, അവരൊരു സ്ഥിരം സ്ത്രീ കഥാപാത്രം. ജീത്തുവിൻ്റെ സിനിമയുടെ സ്ഥിരം ഒരു സ്ത്രീ പോലീസ് ഓഫീസർ ഉണ്ടാവില്ലോ, അങ്ങനെ കഥാപാത്രം അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ്റെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ ഒരു സീനുണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ സീന്. അതിൽ ശ്രദ്ധാ ഗോകുൽ കിടിലം പെർഫോമൻസോ, വൺ കൺട്രോൾഡ് ആക്ടിങ്. അങ്ങനെ ഭയങ്കര ഇമോഷണലി ഇങ്ങനെ ബേസ്റ്റ് ഔട്ട് ആവാൻ നിൽക്കുക, അതേസമയം സ്വയം എമ്പതൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പ്രിയ ശ്രീജിത്ത് അവരെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു എമ്പതറ്റിക് അല്ലാത്തൊരമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശ്യാമപ്രസാദൊക്കെ ഉണ്ട് സൈക്കാട്രിസ്റ്റായിട്ട്. പുള്ളിക്ക് പിന്നെ അങ്ങനത്തെ റോൾസ് ചേരുമല്ലോ. അപ്പോൾ ബിജു മേനോൻ്റെ ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ. അതായത് ഇൻസ്പെക്ടറാണ്, പക്ഷേ കൈക്കൂലി വാങ്ങും, എന്ത് പിന്നെ മാനിപ്പുലേഷൻസ് നടത്തും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ ക്യാരക്ടർ ബിജു മേനോൻ അത് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഈ ഒരു സീനിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ജീത്തു കൺവിൻസ് ചെയ്യും നമ്മളെ. ആ രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, എസ്പെഷ്യലി അതിൽ പെർഫോമൻസസ്. അപ്പം ബിജു മേനോൻ ത്രൂ ഔട്ട് കിട്ടില്ല പെർഫോമൻസ്. ആൻ്റണി എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ എന്തുമാത്രം ഒരു മാനിപ്പുലേറ്റർ ആണെന്നും എന്തു ചെയ്യാൻ മടിയാത്ത ആളാണെന്നുള്ളത് അത് കൺവിൻസിങ് ആണ്. ത്രൂ ഔട്ട് ഒരു അണ്ണുവിട ആ ക്യാരക്ടർ വിടാതെ അവസാനം വരെ, സിനിമയുടെ അവസാനം വരെ ബിജുവിനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ റൈറ്റിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ആർക്ക് അവസാനമാകുമ്പോഴേക്കും ഹി ഗോട്ട് ചേഞ്ച്ഡ്. അത് കൺവിൻസിങ് അല്ല. അയാൾ മാറേണ്ട ആളല്ല, അയാൾ മാറുകയില്ല. എൻ്റെ അഭിപ്രായത്തിൽ മാറില്ല. ആ റൈറ്റിങ്ങിൽ എന്തിനാണ് അങ്ങനെ കാണിച്ചത് എനിക്കറിയില്ല. അദ്ദേഹം മാറുമായിരുന്നെങ്കിൽ വുഡ് ഹാവ് ചേഞ്ച് ഹിംസെൽഫ് ഈവൻ ബിഫോർ. ഒരുപാട് ഇൻസിഡൻസ് അതിന് മുൻപേ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ റൈറ്റിങ്ങിൽ ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ ലോട്ട്സ് ഓഫ് ലോജിക്കൽ എറേഴ്സ്, ലോജിക്കൽ ഇഷ്യൂസ്. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണെന്ന് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചതിനുള്ള ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഇതൊരു സിനിമാറ്റിക് പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അതും സെക്കൻഡ് ഹാഫിലൊക്കെ റിപ്പിറ്റേഷൻ ഓഫ് സീൻസാണ്. അതായത് ഒരു ഇൻറ്റീരിയറിനകത്ത് കുടുങ്ങിക്കിടന്ന് കാണിക്കുന്ന സമയത്ത് അത് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല.
ഇത് അങ്ങനത്തെ ഒരു ഇൻസിഡൻസിൽ ഇതിലുണ്ടായ സ്പോയിലർ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇൻസിഡൻസിനകത്ത് ഈ ഒരു ബിജു മേനക്കായിട്ട് ബിഹേവ് ചെയ്യുന്നതും അദ്ദേഹം അപ്പോൾ ഭയങ്കരമായ ഐക്യു യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറേ കോമഡി ഉണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഭയങ്കര ഐക്യമുള്ള ക്യാരക്ടേഴ്സ്. എല്ലാവരും അല്ല, ജോജുവിൻ്റെ ക്യാരക്ടറും ബിജുവിൻ്റെ ക്യാരക്ടറും. ജോജു ഭയങ്കര ഐക്യമുള്ള ആളാണെന്നൊക്കെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാം നമ്മളിങ്ങനെ, നമുക്കിങ്ങനെ ഉരുട്ടിത്തരുമോ, വേറെ ക്യാരക്ടർ കൊണ്ട് പറയിപ്പിക്കുക പണ്ടേ ഭയങ്കര ഐക്യമാണ്. പിന്നെ ജോജുവിൻ്റെ ക്യാരക്ടർ ജോജു തന്നെ സ്വയം പറയുകയാണ്, ഞാനും മറ്റേ ബിജു മേനൻ്റെ ക്യാരക്ടറും ആൻ്റണിയും ഭയങ്കര ഐക്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതെന്താ പേര് ഐക്യു ടെസ്റ്റ് നടത്തിയിരുന്നു മറ്റേ ബിജു മേനോൻ്റെ. അത് പോട്ടെ, അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനകത്തൊരു കേസ്, ഒരു മർഡർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേസ്, അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, പിന്നെ ഈ സൈബർ വെറുതെ ഇങ്ങനെ പറയും ബൗൺസ് ചെയ്യാണ്, ടവർ ലൊക്കേഷൻ ബൗൺസ് ചെയ്യാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊന്നും ഒരു ഇതില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമ ഒരു മോശം സിനിമ ആവാതിരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസസും ഉണ്ടാവും, പിന്നെ ടെക്നിക്കലി നോട്ട് ബാഡ്, എസ്പെഷ്യലി ബിജു മേനോൻ. പിന്നെ ജോജുവിന് ടൈലർ മെഡ് റോൾ. ജോജുവിന് കേക്ക് വോക്കാണ്. കാരണം അങ്ങനെ ഭയങ്കര ഡിപ്രസീവായിട്ടുള്ള ഒരു അച്ഛൻ, ഭയങ്കര ഒരു റിവെഞ്ച് മൈൻഡുള്ളൊരു അച്ഛൻ. അപ്പോൾ അങ്ങനെ ജോജുവിനത് ഒരു ഭയങ്കര ഒരു ജോജുവിൻ്റെ സേഫ് സോണാണ്, സ്ട്രോങ് സോണാണ്. ആ ജോജു ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇപ്പം കണ്ടംപററി ഇപ്പം ഉള്ള ആക്ടേഴ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള 2 ആക്ടേഴ്സാണ് ബിജു മേനോനും ജോജു. അപ്പോൾ അവർ രണ്ടുപേരെ സ്ക്രീനിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് ഒട്ടും ബോറടിച്ചിട്ടില്ല. മാത്രമല്ല എനിക്ക് ആ ഒരു സാധനം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ലോജിക്കൽ എറേഴ്സ് ഉള്ള, സെക്കൻഡ് ഹാഫിൽ ഭയങ്കര റിപ്പറ്റേറ്റീവ് സീൻസ് വരുന്ന ഒരു സിനിമ. പിന്നെ ലെനയുടെ കേസ് പറയുകയാണെങ്കിൽ ലെനയ്ക്ക് തന്നെ ഡബ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. ലെനയ്ക്ക് വേണ്ടിയിട്ട് വേറെ ആരെയും കൊണ്ട് ഡബ് ചെയ്തിരിക്കും ബെറ്റർ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് ചില സംഭവം അങ്ങനെ. അപ്പോൾ ശ്രീജ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവർക്ക് തന്നെ ഡബ് ചെയ്താൽ ബോറാണ്. കാരണം അവർ വേറെ കുറേ ആൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രവീന ടണ്ടന് KGF ലെന ഡബ് ചെയ്തപ്പം സെറ്റായിരുന്നു, വൻകിടുമായിരുന്നു. ലെന ഡബ് ചെയ്യുന്ന സമയം ലെന ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ക്യാരക്ടർ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല, ലെന തന്നെ സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുക. അപ്പോൾ അതാണ് ആക്ടിങ്ങിൻ്റെ കാര്യമെല്ലാം പറയുന്നത്. ആക്ടിങ് വൈസ് ഷീസ് ഓൾവേസ് ഗുഡ്. ബട്ട് ഈ ഡബ്ബിങ് വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ സിനിമയിലും ലെനയുടെ കേസിലും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ 2 മിസ്കാസ് തോന്നിയിട്ടുള്ളത്, ഒന്ന് KR ഗോകുൽ, പിന്നെ ബിഗ് ബോസിൽ നടന്ന റിനോഷ് ഈസ് ഓൾസോ സിംഗർ. അപ്പോൾ KR ഗോകുൽ നിങ്ങൾക്കറിയാം, ആടുജീവിതത്തിൽ പൃഥ്വിരാജിനോട് കൂടെ അഭിനയിച്ചിട്ടുള്ള കേരള ക്രിസ്ത്യൻ ബെയിൽ. ആ പുള്ളി ഇതിൽ ഭയങ്കര എന്തൊക്കെയോ കാണിക്കുക പുള്ളി. അത് മാത്രമല്ല പുള്ളി ഒരു മിസോജിനിസ്റ്റാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ഒരു സൈക്കോ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. പുള്ളി ഒരു പെട്ടിക്കകത്ത് കിടത്തുന്നുണ്ട് പുള്ളിനെ. അതിലൊക്കെ ഭയങ്കരമായ ലോജിക്കൽ എറർ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പെട്ടിക്കകത്ത് കിടന്നിട്ട് പുള്ളി കരയുക, എന്തൊക്കെയാ, അയ്യോ അന്വേഷിക്കുക, എപ്പോൾ വരും, ഭയങ്കര അരോചകം, ഭയങ്കര ഇറിറ്റേഷൻ. അങ്ങനെ പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന വരെ ഇറിറ്റേഷനായിരുന്നു. അല്ലെങ്കിൽ ഈ ചങ്ങായി അതായത് ഈ ക്യാരക്ടർ തട്ടിപ്പോയി എന്ന് വിചാരിച്ചു, അതുപോലത്തെ ഇറിറ്റേഷൻ. പുള്ളിയുടെ പേരാണെങ്കിൽ ഫിലിപ്പിൻ്റെ. റിനോഷും അതുപോലെ തന്നെ. റിനോഷിന് താങ്ങപ്പെടുന്ന ഒരു ക്യാരക്ടറല്ല, ഹെവി ആയിട്ട് ചെയ്യേണ്ട ക്യാരക്ടറാണ്. അത്രയും ക്രൂരനായിട്ടുള്ള, അത്രയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കക്ഷി. ആ റിനോഷനൊന്നും പറ്റൂല. ഇതൊക്കെ എന്ത് കാസ്റ്റിംഗ് എനിക്ക് മനസ്സിലായിട്ടില്ല. ബിഗ് ബോസിൽ നിന്ന് എന്തോ കൊടുത്ത ഓഫറാണോ ഇത്, എനിക്കറിയില്ല. പിന്നെ നിരഞ്ജന അനൂപ് സൈഡ് റോളാണ്. നിരഞ്ജന അനൂപൊക്കെ സൈഡ് റോളായി എന്നാണ് സിനിമ കണ്ടപ്പോഴും മനസ്സിലാവുന്നത്. പിന്നെ മനോജ് KU, പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ഥിരം ദൈന്യതയൊന്നുമില്ല, താടിയുമില്ല, മീശ മാത്രം വെച്ചിട്ട് സെറ്റ് ഒരു ഹയർ പോലീസ് ഓഫീസർ. പുള്ളി നൈസായി ചെയ്തിട്ടുണ്ട്. ഷാജു ശ്രീധർ, പുള്ളി ഒരു ഹയർ പോലീസ് ഓഫീസറാണ്, നൈസായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആങ്കറായിട്ടുള്ള അപർണ, നമ്മുടെ അർജുൻ്റെ വൈഫ്, പുള്ളിക്കാരി 2 സീനിലേ ഉള്ളൂ, ഡയലോഗ്സ് ഒന്നുമില്ല. ഒരു സീനിൽ ഞാൻ നോക്കുമ്പോഴേ പുള്ളിക്കാരിയെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്, കാര്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ. അപ്പോൾ അതായത് സ്ത്രീകളെ പ്രാതിനിധ്യം കൂട്ടിയതാണ്. കാരണം ഷാജു ശ്രീധർ ബാക്കിലിരിക്കുന്നു. സാധാരണ നോർമലി ഷാജു ശ്രീധർ ഫ്രണ്ടിലിരിക്കുക, ഇത് പുള്ളിക്കാരി ഫ്രണ്ടിലിരിക്കുന്നു, ഷാജു ശ്രീധർ ബാക്കിലിരിക്കുന്നു. കുടിച്ചോ. അരുൺ പല്ലൂർ ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ രമ്യ സുരേഷ്, സ്ഥിരം ദരിദ്രവാസി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന, ഓയിൽ സാരിയൊക്കെ കൊടുത്തിട്ട് ഇതിൽ നല്ല സാധനം കയറ്റം കിട്ടിയിട്ടുണ്ട്. MLA ആണ്, ഓയിൽ സാരി അല്ല, സെറ്റ് സാരിയും ബ്ലാക്ക് ബ്ലൗസൊക്കെ ഇട്ടിട്ട് സെറ്റാണ്. പിന്നെ സജിതാ മഠത്തിൽ ഒരു സീനിൽ വന്നിട്ട് വീഡിയോ കോളിലേക്ക് ഒളിഞ്ഞ് നോക്കിയിട്ട് വീഡിയോ കോൾ വഴി ആളെ രക്ഷിക്കാൻ പറയാം. വീഡിയോ കോൾ വഴി എങ്ങനെ ആളെ രക്ഷിക്കുക? ആ സ്ഥലത്ത് ആളുണ്ടെങ്കിൽ രക്ഷിക്കാൻ പറ്റൂ. വീഡിയോ കോൾ വഴി എന്തെങ്കിലും
ചെയ്യാൻ പറ്റുമൊന്നും പറ്റില്ല. ശിവ ഹരിഹരൻ്റെ ക്യാരക്ടർ എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായില്ല. വേസ്റ്റ് ക്യാരക്ടർ, നിർഗുണ ക്യാരക്ടർ. ആ ഒരു ആള് അല്ലെ, ആ ഒരു ക്യാരക്ടർ അല്ലെ, ഇദ്ദേഹം എന്തിനാ ഇതിൽ അഭിനയിച്ചത് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ കണ്ടപ്പോഴും അവസാനം എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ വെച്ചാൽ ഒരു തേങ്ങയില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിലെനിക്ക് വേറെ കോമഡി തോന്നിയത്, ബിജു മേനോൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കൂല. പ്രമേയത്തിൽ പോലും ഫ്ലാഷ് ബാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കൂല, കളറിലേ കാണിക്കൂ. എന്നിട്ടാണ് ഇപ്പോഴും ജീത്തു ജോസഫ് സിനിമയിൽ ഫ്ലാഷ് ബാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കും. ഇതെന്താ പഴയ DD4 പടം കാണുന്നു? അങ്ങനെ കുറേ ഒരു ഉഴപ്പൻ പരിപാടികൾ. പക്ഷേ ബിജു മേനോൻ ഭയങ്കര യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ലീൻ ആൻഡ് യങ്, ലൈക്ക് പണ്ടത്തെ ശിവത്തിലൊക്കെ കണ്ട ബിജു മേനോൻ പോലെ എനിക്ക് തോന്നി. അഭിറാം ഒരു സീനിൽ വന്നു പോയിട്ടുണ്ട്, ഒറ്റ സീനുള്ള പുള്ളി ഒന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജീത്തുവിൻ്റെ റൈറ്റർ കൂടിയായിട്ടുള്ള ശാന്തി ദേവി, ഇതിൽ അഡ്വക്കേറ്റ് അല്ല, അവരെ റിയൽ പ്രൊഫഷണൽ അഡ്വക്കേറ്റാണ്, ഇതിലെന്താ സർജനായിട്ട് അങ്ങനെ ഒരു സീനിൽ വന്ന് പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസസ് ഉള്ള, എസ്പെഷ്യലി ബിജു മേനോൻ ആൻഡ് ജോജു. പിന്നെ ഒരുവിധം എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് മിസ്കാസ്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാലും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ഇതൊരു കാറ്റ് ആൻഡ് മൗസ് പരിപാടിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അത് മാറി ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ട്രാപ്പിനകത്തേക്ക് വീണ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പോയി ക്ലൈമാക്സ് ഒക്കെ സ്ഥിരം ഈ വാപ്പച്ചിരി ലെഗസി പോലെ ഡീകോഡ് ചെയ്യുന്നത്, പിന്നെ ചില ക്രിസ്ത്യൻ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിബ്ലിക്കൽ അങ്ങനത്തെ സാധനം അങ്ങനെ വെച്ചിട്ട് ഈ ജീത്തു ജോസഫ് എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ, ഈ ജോണർ എന്നെ ചെയ്യണമെന്ന്, ഈ ത്രില്ലർ എന്നെ ചെയ്യണമെന്ന്. പുള്ളി മമ്മി ആൻഡ് മീയും മൈ ബോസൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ. ഇടയ്ക്കൊരു മനുഷ്യന്മാർക്കൊരു മാറ്റം വേണ്ടേ? ഡെയിലി ഒരേ സാധനം അടിച്ചാൽ എങ്ങനെയാണ്? ഇടയ്ക്കൊന്ന് മാറി അടിക്കണ്ടേ, മടുക്കൂലേ? അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൃശ്യം 3 കൂടെ കഴിഞ്ഞിട്ട് ജീത്തു വേറെ ജോണറെ പിടിക്കട്ടെ. അദ്ദേഹം ഈസ് എ ബ്രില്യൻറ്റ് എക്സെപ്ഷണൽ ഡയറക്ടർ. പിന്നെ പുള്ളിയുടെ റൈറ്റിംഗ് അല്ല ഇത് എന്നുള്ളത് നമുക്ക് പറയാമെന്ന് മാത്രം. എന്നിരുന്നാൽ കഴിഞ്ഞാലും ഇതൊരിക്കലും ഒരു പരിപ്പോട ത്രില്ലറല്ല. ഇതൊരു കൈൻഡ് ഓഫ് ഫ്ലാറ്റ് ത്രില്ലർ.